കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ മറിഞ്ഞ ഒരു പൂവൻ വാഴയാണ്. കൊലച്ച വാഴയാണ്. കാണാൻ പറ്റുമോ? ചുണ്ട് വന്നിരിക്കുന്നുണ്ടോ? കൊലച്ചിരിക്കുന്നുണ്ടോ? ഇതൊന്ന് പൊക്കി നിർത്തണം എന്നുണ്ട്. ഒറ്റയ്ക്ക് മറ്റാരെങ്കിലും ഒരാളും കൂടി വന്നാലേ ഇതിനൊന്ന് പൊക്കി ഒരു ഒത കൊടുത്ത് നിർത്താൻ പറ്റും. ഒതയെന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ സപ്പോർട്ട്. അത്യാവശ്യം ഞാൻ ഒറ്റയ്ക്കൊന്ന് പിടിച്ചു നോക്കി, നടക്കുന്നില്ല. ആണാവോ? കൊലച്ചിരിക്കുന്നതാണാവോ? നല്ല ഒന്നാം തന്നെ ഒരു പൂവനാണ്. അതും കൂടെ ഒന്ന് നോക്കണം. ആരെങ്കിലും വന്നു കഴിഞ്ഞ് വേണം ചെയ്യാൻ. 2 ചങ്ങാതിമാർ വന്നിരുന്നു. പൊക്കി വെക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ല. അവർ പറയുന്നത് ഇതിൻ്റെ തായ് വേര് അറ്റുപോയി, ഇനി വെച്ചിട്ട് കാര്യമില്ല, അത് കളയുകയെ നിർവാഹമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും അത് വെട്ടി ദൂരെ കളയുക എന്നുള്ളതേ ഉള്ളൂ. പറ്റുമെങ്കിൽ അതിൻ്റെ ചുണ്ടും വാഴപ്പിണ്ടിയും എടുക്കാമെന്ന് വെച്ചു. നോക്കാം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വെട്ടി ദൂരെ കളയാം. ഇത് അതിൻ്റെ ചുണ്ട് നല്ലതാണോ എന്നറിയില്ല. എന്തായാലും എടുത്ത് വെച്ച് നോക്കാം. മുകളിലത്തെ വാഴപ്പിണ്ടി എടുത്തു. ഇനി അടിയിലത്തെയും കൂടി എടുക്കണം. അടിയിലത്തെ വാഴപ്പിണ്ടിയും കൂടെ എടുത്തേച്ച് ഒരു തൈ കിട്ടിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായും ഇവിടുന്ന് വൃത്തിയാക്കിയിട്ട് ആ വാഴ ഇരുന്ന സ്ഥലത്ത് ഈ തൈയും കൂടെ വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ കാറ്റത്ത് മറിഞ്ഞ കൊലച്ച വാഴയുടെ ചുണ്ടും പിണ്ടിയും എടുത്തിട്ട് ആ സ്ഥാനത്ത് ഒരു പുതിയ തൈ നട്ടുപിടിപ്പിച്ചു. അങ്ങനെ വാഴ റീപ്ലാന്റിംഗ് വർക്ക് ഇവിടെ പൂർത്തിയായിരിക്കുന്നു. വാഴ റീപ്ലാന്റിംഗ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.